അപ്പോഴാണ് നമുക്ക് ശരിക്കും സ്വന്തമായിട്ട് ഓഫീസ് വേണം. ഓക്കെ. അപ്പോൾ ചാൾസിൻ്റെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് എടുക്കണം, ഓഫീസ് നമുക്ക് സെറ്റപ്പ് ആവണം, അടിപൊളിയായിട്ട് ചെയ്യണമെങ്കിൽ എല്ലാവരും നമ്മൾ അത്രയ്ക്ക് ഒരു വൈബ്രൻസിലാണ് പറയുന്നത്. കാര്യം ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത, കമ്പനിക്കകത്ത് അന്ന് ഓഫീസ് ടൈമിംഗ് ഇല്ല, അറ്റൻഡൻസ് രജിസ്റ്റർ ഇല്ല, നോർമലി കമ്പനീസ് വരുന്ന ഒരു പോളിസീസും ഇല്ല എന്നുള്ളതാണ്. പണി നമുക്കൊരു കമ്പനിയുടെ ആവശ്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു കാര്യം പറഞ്ഞ സമയത്ത് റിലീസ് ചെയ്യണം, അത് ക്വാളിറ്റിയിൽ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ഏർലിയസ്റ്റ് പോസിബിൾ മൂമെൻറ്റ് വെൻ യു കം ടു നോ അത് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയിച്ചാൽ മതി, നമുക്ക് ബാക്കി അടുത്ത് നോക്കാം. മൂന്നാമത്തത്, കൂടെ ഇരിക്കണം വരെ ചൊറിയാൻ പോലും. ഡു നോട്ട് ക്രിയേറ്റ് പ്രോബ്ലം ടു അതേഴ്സ്. ഈ 3 തമ്പ് റൂളേ ഉള്ളൂ കമ്പനിക്കകത്ത്. ഇതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് വെക്കുന്ന കുറേ പോളിസീസ് ഉണ്ട്. ഏതോ ഒരുത്തൻ എന്തോ പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കൂടി അപ്ലൈ ചെയ്യുന്നതിന് പോളിസീസ് കൊണ്ടുവരിക എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ പൊളിച്ചെഴുതണം. ബിക്കോസ് ഞാൻ അതിന് മുമ്പത്തെ പല കമ്പനിയിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ CMMI ലെവൽ 5 കമ്പനീസൊക്കെ വരുമ്പോൾ നമ്മൾ അത്രയും പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും 9:02 ലേറ്റ് ആയല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെന്താ പറയുക, അങ്ങനെ 6 മണിയാകുമ്പോൾ ഞാൻ പോകണം എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് ആൾക്കാരെ കൺവേർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട്. ബാഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് അത് എന്ത് ചെയ്യുന്നു, ആൾക്കാരുടെ ഒരു പാഷനെയും സെൽഫ് ഡിറ്റർമിനെയും കില്ല് ചെയ്യുന്നു. അങ്ങനെ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയും താല്പര്യമുള്ളവനെ കില്ല് ചെയ്ത് അവൻ്റെ ആ താല്പര്യം കളയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെയാണ്. റൈറ്റ്. അതിൽ നിന്നൊരു മോചനം വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഓപ്പൺ ഓഫീസ് സ്പേസ് വേണം. അന്ന് ഇവിടെ എല്ലാം മറ്റേ വലിയ ക്യൂബിക്കിളിനകത്ത് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് 2012 നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. എന്താണ് പിന്നെ അപ്പം അങ്ങനെ ബീൻ ബാഗുകളും ബാക്കി കാര്യങ്ങളും വെച്ചിട്ട് എല്ലാവരും മുഖത്തോട് മുഖം അങ്ങോട്ട് കാണണം. ആ സൗഹൃദം നമുക്ക് നിലനിർത്താൻ പറ്റണം, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം അന്ന് DBG എന്നായിരുന്നു കമ്പനിയുടെ, ഡിജിറ്റൽ ബ്രാൻഡ് ഗ്രൂപ്പ് എന്നായിരുന്നു കമ്പനിയുടെ പേര്. അപ്പോൾ DBG എന്ന് പറയുന്നത് ടെക്നോ പാർക്കിൻ്റെ വൈബായിരുന്നു. ഓരോ സാഹചര്യത്തിനകത്ത് ഇവിടെ എന്ത് കാര്യമാണെങ്കിലും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുക, അടിച്ചു പൊളിച്ച് നടക്കുന്ന തലതെറിച്ച കുറേ ബാക്ക് ബെഞ്ചേഴ്സ് ഒരുമിച്ചിരുന്നിട്ട് പണിയെടുക്കുന്നൊരു കമ്പനി എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ പൈസയും ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി ഈ ഒരു കൺവെൻഷണൽ മോഡൽസിന് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ സ്കെയിലബിലിറ്റി പ്രശ്നം വരും. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ 2 വർഷത്തിൽ കൂടുതൽ കമ്പനി നടത്തില്ല എന്ന് പറയുന്ന സ്ഥലത്ത് വി ബിൽഡ് വൺ സിസ്റ്റം. ഓക്കെ. അപ്പോൾ അതാണ് ഞങ്ങൾ വേൾഡ് ടോപ്പ് 28 കമ്പനീസ് ഇൻ ഗെയിമിഫിക്കേഷനായിട്ട് 2014 ലിസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സർവീസ് ചെയ്തിട്ട് പിന്നെ പ്രൊഡക്റ്റിലേക്ക് എൻ്റർ ചെയ്താൽ അത് അതിന് ശേഷമാണ്. ബിക്കോസ് വി ബാഡ് ആസ് പ്രോഗ്രാമർ സ്റ്റാർട്ട് ഗിവിങ് എസ് അത്രയും റവന്യൂ. കാര്യം വെച്ചാൽ നമ്മളിവിടെ വി വർ ദ ബെസ്റ്റ് പേയിങ് കമ്പനി ഉണ്ടെങ്കിൽ അന്ന് PHP പ്രോഗ്രാമേഴ്സിനും അല്ലെങ്കിൽ വെബ് ഡെവലപ്പേഴ്സിനും നമ്മൾ കൊടുക്കുന്നതിൻ്റെ പകുതി പോലും ഈ ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരെ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് വൈസ് ഉണ്ടല്ലോ. മറ്റ് കമ്പനിയിൽ ഭയങ്കര സപ്രസ്ഡ് ആയിട്ട് ഇരുന്ന ആൾക്കാർ ഇവിടെ വന്ന് സ്വാതന്ത്ര്യം കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, മിസ്യൂസ് ചെയ്യപ്പെടും. അവർക്ക് അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചർ സ്ലോലി ഡൈലൂട്ട് ആയി തുടങ്ങി. ബിക്കോസ് പീപ്പിൾ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ഒരാൾ വരുമ്പോൾ ഇപ്പം ഓഫീസ് ടൈമിംഗ് ഇല്ല, കൊള്ളാലോ, ദെൻ ഫൈനൽ റിലീസിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, അതൊക്കെ അയ്യോ ഇന്ന് എനിക്ക് ലീവാണ് കേട്ടോ. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ബാഡാസ് പ്രോഗ്രാംസ് ഒരു കൺസെപ്റ്റ് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലും തട്ടുകടയിലും പോയി കഴിക്കുന്നതിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മൾ തട്ടുകടയിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ ഒരു സാധനം തന്നു നമ്മൾ കഴിച്ചിട്ട് ഭക്ഷണം നല്ല രുചിയുണ്ടെന്ന് പറയും. 5 സ്റ്റാർ ഹോട്ടലിൽ അത്രയും രുചിയുള്ള ഭക്ഷണം തന്നാലും അവിടുത്തെ ഒരു പ്ലേറ്റ് സ്പൂണിന് ചൂടില്ല, അത് ഇന്നെ ഫോർക്ക് ഇങ്ങനെ ചരിഞ്ഞാണ് എഴുതെങ്കിൽ പോലും അതവിടെ ഒരു പ്രോബ്ലമാണ്. ദാറ്റ് പ്രോബ്ലം എക്സിസ്റ്റ് ഫോർ ബാഡാസ് പ്രോഗ്രാമേഴ്സ്. കാര്യം ആ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുമ്പോൾ അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റണം. ആ ഡെലിവറിക്കകത്ത് നമ്മൾ ഈ ലാറ്ററൽ എൻട്രി ആൾക്കാർ വരുന്ന സമയത്ത്, അതായത് മറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്ത് ഇതിട്ട് വരുന്ന ആൾക്കാർ വരുന്ന സമയത്ത് ചെറിയ പ്രോബ്ലംസ് ഉണ്ടായി. ആൻഡ് ഇറ്റ് ക്രിയേറ്റ് ലോസസ്. കാര്യം എന്താ, നമ്മൾ ക്ലയൻറ്റിന് സമയത്തിന് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്ന തരം ബോൺസാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യണം. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞു നമുക്കിനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് എല്ലാ മാസവും നമുക്കൊരു മന്ത്ലി മീറ്റിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്. ബിക്കോസ് ഡെമോക്രാറ്റിക് ആയിട്ട് എല്ലാവരും കൂടി ആ തീരുമാനിക്കണം. നമ്മളൊരു ടീമാണല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ കമ്പനിക്കകത്തുള്ള തന്നെ നമുക്ക് അറ്റൻഡൻസ് ലിസ്റ്റ് വെക്കണം, നമുക്ക് ഓഫീസ് ടൈമിംഗ് വെക്കണം, നമുക്ക് ഫേസ്ബുക്കും ബാക്കി ഇതെല്ലാം ബ്ലോക്ക് ചെയ്യണം കമ്പനിക്കകത്ത്. അവർ തന്നെ ഒന്ന് പറയാം. കാര്യം എന്താ, പുതിയതായിട്ട് 1-2 പേര് അത് യൂസ് ചെയ്തിട്ട് സമയത്തിന് റിലീസ് ചെയ്യാനായിട്ട് നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരുത്തൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്തിന് എല്ലാവരുടെയും ബ്ലോക്ക് ചെയ്യണം? കറക്റ്റ്. സോ കൺട്രോൾ നീഡ് ടു ബി ദെയർ. ആരെയാണ് കൺട്രോൾ ചെയ്യേണ്ടേ? വെൻ ദർ ഇസ് എ റോങ് പേഴ്സൺ, അവനെ കൺട്രോൾ ചെയ്താൽ പോരെ. അല്ലെങ്കിൽ പുതിയൊരാൾ വരുമ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കണം, അവനെ കൺട്രോൾ ചെയ്താൽ പോരെ. അല്ലെങ്കിൽ ഒരു എമർജൻസി ഉണ്ട്, അപ്പോൾ നമ്മൾ കൺട്രോൾ മതി. അല്ലാത്ത സമയത്ത് കോൺടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ട് തന്നെ മുമ്പിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തതാണ്
നമ്മുടെ ഇവിടെ പഴയ ഒരു ഗെയിമിഫിക്കേഷൻ എഞ്ചിൻ ലെൻസ് ഗെയിം എന്നായിരുന്നു അതിൻ്റെ പേര്. ഗെയിം എന്ന് വെച്ചാൽ ഗെയിം അസിസ്റ്റഡ് മാനേജ്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസ് GAME. ഓക്കെ, അങ്ങനെ ഒരു സാധനം ഞാൻ ബിൽഡ് ചെയ്യും. അതിനകത്ത് എല്ലാവരും രാവിലെ വരുന്ന അവരുടെ പ്രോജക്ട്സ് എല്ലാം ഇന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും 3 സ്ട്രെങ്തുകളുണ്ട്. ദർ ഈസ് പ്രൊഡക്ടിവിറ്റിയുടെ സ്ട്രെങ്ത് ഉണ്ട്, സമയത്തിന് പ്രോജക്റ്റ് റിലീസ് ചെയ്യുക, കാര്യങ്ങളെല്ലാം ചെയ്തു പോവുക. കമ്മ്യൂണിക്കേഷൻ്റെ സ്ട്രെങ്ത് ഉണ്ട്, സമയത്തിന് തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ടോ. ആൻഡ് ദെൻ ഉള്ളതെന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡിനെയാണ്. ചുറ്റും ഇയേഴ്സ് ഹാപ്പിനെസ്സിനെ ബാധിക്കുന്നുണ്ട്, ഹാപ്പിനെസ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും പ്രോജക്റ്റ് മാനേജർ കംപ്ലീറ്റ്ലി ഇതിലേ പോകുന്നു. അപ്പോൾ രാവിലെ ഞാൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. വൈകുന്നേരം പോകുമ്പോൾ എൻ്റെ പെർഫോമൻസ് മീറ്റർ ഇങ്ങനെ ഇടണമെന്നാണ് ഞാനാ തീരുമാനിക്കുന്നത്. ആൻഡ് ദ പാറ്റേൺ ഓഫ് മിസ്ബിഹേവിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ഗ്രാഫ് അവന് തന്നെ കാണാൻ പറ്റും എങ്ങനെയാണ് പോകുന്നത്. ഡെയിലി വരിക 8 മണിക്കൂറിൻ്റെ എസ്റ്റിമേറ്റഡ് വർക്കല്ലേ എവിടെ ഉണ്ടാവും, അത് ചെയ്ത് തീർത്തിട്ട് പോകാന്നുള്ളത് തന്നെയല്ലേ. 4 മണിക്കൂർ തീരണമെങ്കിൽ അവന് 8 മണിക്കൂർ ഇരിക്കേണ്ട ആവശ്യം എന്താ. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തിന് ഞാൻ 7 ലെവലുകളായിട്ട് തിരിച്ചു. അപ്പോൾ ഏറ്റവും അൾട്ടിമേറ്റ് ലെവൽ ഈസ് ദ ബാഡ് ആസ് ലെവൽ. നീ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്താൽ ഇപ്പോൾ എന്താ സമയത്ത് പ്രോജക്റ്റ് റിലീസ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അതോ എന്താണ് ബാക്കിയുള്ള ആൾക്കാരുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കാത്ത രീതിയിൽ ആറ്റിറ്റ്യൂഡ് പ്രശ്നമുണ്ടോ. ഈ 3 കാര്യങ്ങളുടെയും സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്താൽ യു വിൽ ബി ഇൻ ദ ബാഡ് ആസ് ലെവൽ. ആൻഡ് വെൻ എവർ യു ആർ നോട്ട് ഏബിൾ ടു റിലീസ് പ്രോജക്ട്സ് ഓൺ ടൈം, യു ക്യാൻ ഗെറ്റ് ഡൗൺ ആൻഡ് വർക്ക് ഇൻ എ ലിറ്റിൽ ബിറ്റ് കൺട്രോൾ തന്നെ വേണം. 8 മണിക്കൂർ ഓഫീസിൽ ഇരുന്ന് അല്ലെങ്കിൽ 8 മണിക്കൂറിൻ്റെ പണി ചെയ്ത് എല്ലാ ദിവസവും ചെയ്ത് തീർത്തിട്ട് പോയാൽ മതി. എന്നിട്ടും നിനക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടി കൺട്രോളിലേക്ക് വാ. അപ്പോൾ രാവിലെ വന്ന് 8 മണിക്കൂർ ഓഫീസിൽ ഇരിക്കുക. സോ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് ഏൺ ചെയ്തെടുക്കുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് വോട്ട് ദർ വാസ് ലോട്ട് ഓഫ് ഞാനപ്പോൾ ബാംഗ്ലൂർ ലോയസ് ഐഡീസ് ഓപ്പൺ സൊസൈറ്റിയൊക്കെ അകത്ത് ഐ ജസ്റ്റ് ബിക്കം എ സ്പീക്കർ. അവിടെ ചെന്നിട്ട് ഈ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞു. അതായത് ഈ പ്രോഗ്രാമേഴ്സിനെ ശരിക്കും നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ബാക്കിയുള്ള ആൾക്കാരെ പോലെ ട്രീറ്റ് ചെയ്യുന്നത് എന്തിനാണ്. കാര്യം നമ്മുടെ ഇൻഡസ്ട്രിക്കകത്ത് ഫാക്ടറി അല്ല ഇത്. ഫാക്ടറിക്കകത്ത് ഒരുത്തൻ 10 പിന്നെ തൊപ്പി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇതുണ്ടാക്കും, വേറൊരുത്തൻ 8 ഉണ്ടാക്കും. അവിടുത്തെ പെർഫോമൻസ് ഡിഫറൻസ് വളരെ ചെറുതാണ്. നമ്മൾ ടാസിഡ് വർക്ക് ഫോഴ്സാണ്, നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ 1 person may not be able to be replaced by even 10 people. റൈറ്റ്. ഒരുത്തൻ 2 മണിക്കൂറിൽ തീർക്കുന്ന സാധനം വേറൊരാൾക്ക് ചിലപ്പോൾ 40 മണിക്കൂറിലും ചെയ്യാൻ കഴിയില്ല എന്ന് വരും. പല ആൾക്കാരും അവർ കോഡ് എഴുതുമ്പോൾ ശ്രദ്ധയോടുകൂടി അല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കിയ മിസ്റ്റേക്കുകൾ സോൾവ് ചെയ്യാനായിട്ടാണ്, അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സമയം ചെയ്യണത്. സോൾവ് ചെയ്യാനായിട്ട് അതിന് ശേഷം വീണ്ടും അത് ആദ്യമേ പ്രോപ്പറായിട്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവരും ഇവരും തമ്മിൽ ഒരേ കണക്ക് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ പ്രോബ്ലം ദാറ്റ് വി ഹാവ് ടു ഫിക്സ്. കാര്യം അത്രയും കേപ്പബിലിറ്റി ഉള്ളവനെയും അല്ലാത്തവനെയും ഒരേ കണക്കിന് കാണണം എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് തിയറീസ് ഉണ്ട്. ഇപ്പോൾ ഇക്വിറ്റി തിയറം എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ കുറേ തിയറീസിനെ മാനേജേഴ്സ് എന്തായിട്ട് പഠിച്ചിട്ട് വരികയാണ്, MBAക്ക് റൂൾസ് ആയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് അവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ബാഡ് മാനേജ്മെൻറ്റ് തിയറംസ്, ബാഡ് മാനേജേഴ്സ് അവർ ഒരു ഓർഗനൈസേഷനകത്ത് കോൺടെക്സ്റ്റ് സെറ്റ് ചെയ്യാണ് നല്ല ആൾക്കാർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല. സോ ഒരു സ്മെൽ ഓഫ് ദ വർക്ക് പ്ലേസ് എന്ന് പറയും. അതായത് നമ്മളവിടെ ഒരു കമ്പനിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ ഭയങ്കര സ്ട്രക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും അവരെ ബാഡായിട്ട് മാറ്റുകയും ആ ഒരു മീഡിയോക്കർ ആവറേജ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആൾക്കാരെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൾച്ചർ അവിടെയുണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ആ ഒരു സിസ്റ്റത്തിനെ ബേസിക്കലി അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ